In the figure, the vertical lines are equally spaced. Vertical എന്ന് പറഞ്ഞാൽ വട്ടം വട്ടം പോകുന്ന ലൈൻസ് അവർ ഈക്വലി സ്പേസ്ഡ് ആണ്. നമ്മുടെ BI, CH, DG അതൊക്കെയാണ് വെർട്ടിക്കൽ ലൈൻസ്. അവർ ഈക്വലി സ്പേസ്ഡ് ആണ്. പ്രൂവ് ദാറ്റ് ദെയർ ഹൈറ്റ്സ് ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവരുടെ ഈ ഹൈറ്റുകൾ എന്തിലാണ്, അരിത്തമെറ്റിക് സീക്വൻസിലാണെന്ന് പ്രൂവ് ചെയ്യണം. കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം. സോ ഈ ആംഗിൾ തന്നിട്ടുണ്ട് അവർ. ഈ ആംഗിൾ എത്രയും തന്നിട്ടുണ്ട്? 40 എന്ന് തന്നിട്ടുണ്ട്. സോ കൺസിഡർ ട്രയാംഗിൾ ABI. ഈ ഫസ്റ്റ് ട്രയാംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിയേ, AB എന്ന് പറയുന്ന ആൾ എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഈ സ്പേസിങ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ദൂരങ്ങളെല്ലാം ഞാൻ എന്ത് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. ഈ ദൂരങ്ങളെല്ലാം എന്താണ്? എക്സ് ആണ്. AB എന്ന് പറയുന്ന ആള് AB ആയിട്ട് തന്നെ എടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BI ആണ്. ആംഗിൾ ഉണ്ട്, അഡ്ജസന്റ്, ഓപ്പോസിറ്റ്. അപ്പൊ എങ്ങോട്ട് തന്നെ പോവാം? ടാൻ തന്നെ എടുക്കാം. ഓക്കെ, സോ ടാൻ 40. ടാൻ 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാണ്? BI ഡിവൈഡ് ബൈ അഡ്ജസന്റ് ആരാ? AB. നമ്മൾ എന്താ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്? ഓപ്പോസിറ്റ് അഡ്ജസന്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ BI വേണം. സോ BI ഈസ് ഈക്വൽ ടു AB നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? AB ടാൻ 40 എന്ന് കിട്ടും. അപ്പം BI ഈസ് ഈക്വൽ ടു നമുക്ക് ആരെന്ന് കിട്ടി? AB ടാൻ 40 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. അല്ലെങ്കിൽ ഇത് ഒന്നാമത്തെ ലെങ്ത്. BI എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ലെങ്ത്. അടുത്ത ട്രയാംഗിൾ, ട്രയാംഗിൾ ACH. ട്രയാംഗിൾ ACH. ഓക്കെ, അവിടെ നമ്മൾ എടുക്കുന്ന ആര് തന്നെയാണ്? ടാൻ 40 തന്നെയാണ്. സോ ടാൻ 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആരാ? CH ആണ്, ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആരാ? AC. ഇനി AC എന്ന് പറയുന്ന ആരാന്ന് നോക്കിയേ. AC എന്ന് പറയുന്നത് AB യുടെ കൂടെ x കൂട്ടിയതല്ലേ? നമുക്ക് എന്ത് പറയാം? AC ഈസ് ഈക്വൽ ടു AB പ്ലസ് എക്സ് ആണെന്ന് പറയാലോ. AC ഈസ് ഈക്വൽ ടു ആരാണ്? AB പ്ലസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ടാൻ 40 ഈസ് ഈക്വൽ ടു CH ഡിവൈഡഡ് ബൈ ACക്ക് വരെ നമുക്ക് ആരെ കൊടുക്കാം? AB പ്ലസ് എക്സിനെ കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ CH എന്ന് പറയുന്ന ആരാന്ന് നോക്കിയേ. CH ഈസ് ഈക്വൽ ടു ഇവനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ എന്ത് കിട്ടും? AB പ്ലസ് എക്സ് ഇൻറ്റു ടാൻ 40 എന്ന് കിട്ടും. നമുക്കിപ്പോ ആരെയും കിട്ടി? CH എന്ന് പറഞ്ഞ ലെങ്തിനെയും കിട്ടി. അടുത്ത നമുക്ക് ADH നോക്കാം. ട്രയാംഗിൾ ADH. ട്രയാംഗിൾ ADHലും നമ്മൾ ആംഗിൾ ആര് തന്നെയാണ്? ടാൻ 40 തന്നെയാണ്. ഓക്കെ, സോ ADH എന്ന് പറയുന്നത് ടാൻ 40. ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ADH. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? ADH അല്ല, ADG ആണ്. ADG, സോറി, ADG. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? DG ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആരാ? AD. അപ്പൊ ഇവിടുന്ന് DG ഈസ് ഈക്വൽ ടു നമുക്ക് ആരാണെന്ന് പറയാം? AD ടാൻ 40 എന്ന് പറയാം. ഓക്കെ, ഇനി AD ആരാന്ന് നോക്കിയേ. AD എന്ന് പറയുന്നത് AB പ്ലസ് എക്സ് പ്ലസ് എക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ AD ഈസ് ഈക്വൽ ടു നമുക്ക് ആരെന്ന് പറയാം? AB പ്ലസ് എക്സ് പ്ലസ് എക്സ്. എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? 2x അല്ലേ? സോ അപ്പൊ അവിടുന്ന് AD ഈസ് ഈക്വൽ ടു ആരെന്ന് കിട്ടും? AB പ്ലസ് 2x എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ADക്ക് വരെ നമുക്ക് ആരെ കൊടുക്കാം? AB പ്ലസ് 2x കൊടുക്കാം. സോ AB പ്ലസ് 2x ഇൻറ്റു ടാൻ 40 ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്? DG. ഇപ്പൊ നമുക്ക് 3 ടേമിനെ കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ EF കൂടി ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കോ. EF കൂടി വേണമെങ്കിൽ കണ്ടുപിടിക്കാം. സോ EF ഈസ് ഈക്വൽ ടു EF ആണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ട്രയാംഗിൾ ആരായിരിക്കും? ട്രയാംഗിൾ AEF. ട്രയാംഗിൾ AEFനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ട്രയാംഗിൾ AEF കൺസിഡർ ചെയ്യുമ്പോൾ ടാൻ 40 പറഞ്ഞേ. ടാൻ 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാ? EF ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് ആരാ? AE. അങ്ങനെയാണെങ്കിൽ നമുക്ക് EF അല്ലേ വേണ്ട? EF ഈസ് ഈക്വൽ ടു ആരാണെന്ന് പറയാം? AE ടാൻ 40 എന്ന് പറയാലോ. ഇനി AE ആരാന്ന് നോക്കിയേ. AB പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 3x അല്ലേ? അപ്പം AEക്ക് പകരം നമുക്ക് ആരെ കൊടുക്കാം? AE ഈസ് ഈക്വൽ ടു നമുക്ക് ആരെന്ന് പറയാം? AB പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്? AB പ്ലസ് 3x. AB പ്ലസ് 3x. അപ്പൊ ഇവിടെ AEക്ക് പകരം നമുക്ക് ആരെ കൊടുക്കാം? AB പ്ലസ് 3x കൊടുക്കാം. അപ്പം AEക്ക് പകരം AB പ്ലസ് 3x ഇൻറ്റു ടാൻ 40 ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്? EF. ഇപ്പൊ നമുക്ക് എന്താ കിട്ടി? ഈ ലൈനുകളായ BIയുടെ വാല്യൂ, BIയുടെ വാല്യൂ, അതേപോലെ തന്നെ അടുത്ത ലൈൻ ആരായിരുന്നു? CHന്റെ വാല്യൂ, അടുത്ത ലൈൻ ആരായിരുന്നു? DGയുടെ വാല്യൂ, അടുത്ത ലൈൻ ആരായിരുന്നു? EFന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇത്രയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വരുന്ന എഴുതാം. ഓക്കെ, ഒന്നാമത്തെ എഴുതാം. ഒന്നാമത്തെ ആളാരായിരുന്നു? AB ടാൻ 40. രണ്ടാമത്തെ ആരായിരുന്നു?
എ ബി പ്ലസ് എക്സ് ഇൻറ്റു ടാൻ 40. മൂന്നാമത്തെ ആരായിരുന്നു? എ ബി പ്ലസ് 2x ഇൻറ്റു ടാൻ 40. നാലാമത്തെ ആരായിരുന്നു? എ ബി പ്ലസ് 3x ഇൻറ്റു ടാൻ 40. അപ്പോൾ നമുക്ക് അവരുടെ 4 ടേമുകളെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഇവര് അരിത്തമെറ്റിക് സീക്വൻസിലാണ് എന്ന് പറയണം. അപ്പോൾ ഇവരുടെ ടേം സീക്വൻസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇവർ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഇവരുടെ ഇടയിൽ ആര് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഒരു കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ തെളിയിച്ചാൽ മതി. ഓക്കെ, സോ കോമൺ ഡിഫറൻസ് വേണമെങ്കിൽ ഇത് ഒന്നാമത്തെ ടേം, ഇത് x1, ഇത് x2, ഇത് x3, അങ്ങനെയല്ലേ പോകുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? x2 ൽ നിന്ന് ആരെ കുറയ്ക്കും? x1 കുറയ്ക്കും. x2 ആരായിരുന്നു? എ ബി പ്ലസ് എക്സ് ഇൻറ്റു ടാൻ 40 മൈനസ് എ ബി ടാൻ 40. ഇവിടെ സ്പേസ് ഞാൻ തൂക്കുവാണ്. ഈ ടാൻ 40 അകത്തോട്ട് വരാം. അപ്പൊ എന്ത് വരും? എ ബി ടാൻ 40 പ്ലസ് എക്സ് ടാൻ 40 മൈനസ് എ ബി ടാൻ 40. ഇവിടെ ഒരു പ്ലസ് എ ബി ടാൻ 40 ഉണ്ട്, മൈനസ് എ ബി ടാൻ 40 ഉണ്ട്. അവർ തമ്മിൽ ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് കിട്ടി? എക്സ് ടാൻ 40. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്ന ആളാരാണ്? എക്സ് ടാൻ 40 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമുക്ക് x3 x2 തമ്മിൽ നോക്കാം. അതും കൂടെ നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ ഇവർ എന്തിനാണെന്ന് പറയാം? അരിത്തമെറ്റിക് സീക്വൻസിലാണെന്ന് പറയാം. സോ ഇതാണ് x3, ഇതാണ് x2. സോ നമുക്ക് അടുത്ത് കാണാൻ പോകുന്നത് എന്താ? x3 മൈനസ് x2 ആണ്. x3 യുടെ വാല്യൂ നോക്കിയേ, എ ബി പ്ലസ് 2x ഇൻറ്റു ടാൻ 40 മൈനസ് ഇതാരാണ്? എ ബി പ്ലസ് എക്സ് ടാൻ 40. ഓക്കെ, ഇവനകത്തോട്ട് എത്തിക്കോ. അപ്പൊ എന്താവും? എ ബി ടാൻ 40 പ്ലസ് 2x ടാൻ 40. ഇവനകത്തോട്ട് ഇരിക്കും, മൈനസ് അവിടെ തന്നെ നിൽക്കുവാണ്. ഇവനകത്തോട്ട് ഇരിക്കേ എ ബി ടാൻ 40 പ്ലസ് എക്സ് ടാൻ 40. ഇനി മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ എന്ത് വരും? എ ബി ടാൻ 40 പ്ലസ് 2x ടാൻ 40 മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ മൈനസ് എ ബി ടാൻ 40 മൈനസ് എക്സ് ടാൻ 40. പ്ലസ് എ ബി ടാൻ 40 മൈനസ് എ ബി ടാൻ 40 എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. 2x ടാൻ 40 നിന്നും ഒരു x ടാൻ 40 പോയി കഴിഞ്ഞാൽ ബാക്കി ആര് കിട്ടും? x ടാൻ 40. സോ അതാണ് ആരെന്ന് പറയുന്ന ആള്? ഡി എന്ന് പറയുന്ന ആൾ. അപ്പൊ നമ്മൾ രണ്ട് വീതം ടേമുകളുടെ ഡിഫറൻസ് കണ്ടു നോക്കി. x2 മൈനസ് x1 കണ്ടു, x3 മൈനസ് x2 കണ്ടു. രണ്ടിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കോമൺ ഡിഫറൻസ് ഡി സെയിം ആണെന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തിലാണ്? അരിത്തമെറ്റിക് സീക്വൻസിലാണ്.